നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനായി അൽ അബീർ ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച അലീവ് ഡയാലിസിസ് കേന്ദ്രം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് സംസ്ഥാനം ഏറെ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും അവ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അപ്രാപ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം വേങ്ങരയിലെ വാളകുട ഗ്രാമത്തിലാണ് ഡയാലിസിസ് കേന്ദ്രം. മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയോജക മണ്ഡലത്തിലെ വാളക്കുടം ഗ്രാമത്തിലാണ് 10 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള അലീവ് ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി. ആതുര സേവന രംഗത്തെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ അൽ അബീർ ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിച്ചത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അൽ അബീറിന്റെ അലീവ് ഏറെ ഗുണകരമാകുമെന്ന് പദ്ധതി നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ലോകത്തെവിടെയും കിട്ടുന്ന ചികിത്സ ഇന്ന് നമ്മുടെ കേരളത്തിൽ കിട്ടും. അതിപ്രഗത്ഭരായ ഡോക്ടർമാരും അതിനുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രികളുമെല്ലാം ഗവൺമെന്റ് മേഖല ഉൾപ്പെടെ സ്വകാര്യ മേഖല ഉൾപ്പെടെ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അത് എല്ലാവർക്കും പ്രാപ്യമാകുന്നില്ല. സാമ്പത്തികമായ കഴിവുകൾ ഇല്ലാത്തവർക്ക് അത് പ്രാപ്യമാകുന്നില്ല. ഈ അലിവ് പോലുള്ള സംഘടനകൾ അൽ അബീർ ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കുറവ് ഇന്ന് നികത്തിക്കൊണ്ടിരിക്കുക. 10 പേർക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യരംഗത്തെ പരാധീനതകൾ മാറ്റിയതിനു ശേഷം വാളക്കുടം ഗ്രാമത്തിന്റെ മറ്റ് പിന്നാക്കാവസ്ഥകൾ പരിഹരിക്കുമെന്ന് അൽ അബീർ ഫൗണ്ടേഷന്റെ ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് ഉറപ്പ് നൽകി. ചടങ്ങിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, മലപ്പുറം.